ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹായ് ഗായ്സ്, വൈകിട്ടിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് മൂവിക്ക് പോയാലോ എന്നൊരു പ്ലാൻ ഇട്ടത്. ഓൾ ഓഫ് എ സഡൻ തീരുമാനിച്ചതാണ് കേട്ടോ, നേരത്തെ പ്ലാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ജൂബിയാണ് പറഞ്ഞത് നമുക്ക് റൈഫിൾ ക്ലബ്ബ് കാണാൻ പോവാം, അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള മൂവിയാണ് എന്ന്. അങ്ങനെ OSS മോളിൽ പോയി നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ചെറുതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. 9:20 മൂവി. UAE ആയതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ആളുകൾ കുറവായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങളും കൂടി 8 പേരെ ആകപ്പാടെ തിയേറ്ററിലുള്ളായിരുന്നു. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണേ. മൂവി കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂവിനെ പറ്റിയിട്ട് എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ ഒരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു. നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ അവരുടെ ക്യാരക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ക്യാമറ വൈസ് ടോട്ടൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ആക്ടിങ് വൈസ് എല്ലാവരുടെയും നല്ലതായിരുന്നു. നിങ്ങൾക്ക് പടത്തിനെ പറ്റി എന്തായിരുന്നു അഭിപ്രായം? എനിക്ക് ഇഷ്ടപ്പെട്ടത് നോർമലി എനിക്ക് കോമഡി ബേസ്ഡ് ഫിലിംസ് ആണ് ഇഷ്ടം. ഇതിൽ കോമഡി ഉണ്ടായിരുന്നു, എന്നാൽ ഫൈറ്റ് സീൻസ് ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയായിരുന്നു. എനിക്ക് പിന്നെ വാണി വിശ്വനാഥിൻ്റെ ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് വാണി വിശ്വനാഥ് മലയാളം മൂവിയിലോട് തിരിച്ചു വരുന്നത്. നല്ലൊരു കംബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. നോക്കുകയാണെങ്കിൽ എനിക്ക് പടത്തിൽ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ മ്യൂസിക്കാണ് ഇഷ്ടപ്പെട്ടത്. റെക്സ് വിജയൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയാം. ആ രീതിയിൽ എനിക്ക് മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബാക്ക്ഗ്രൗണ്ട് BGMs ആയാലും ഒക്കെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നീട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ മേക്കിംഗ് കൊള്ളാം. വിഷ്വൽസ് ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് ദിലീഷ് പോത്തൻ്റെ ക്യാരക്ടറാണ് ബെറ്റർ ആയിരുന്നു. ഭയങ്കര ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കൊള്ളാം, എല്ലാവരും നല്ലപോലെ അഭിനയിച്ചിട്ടുണ്ട്. ടി വി പറഞ്ഞ പോലെ മനുഷ്യനായാലും ആ ക്യാരക്ടർ നല്ലത് ഹോൾഡ് ചെയ്തു. സോ ടോട്ടലി മൂവി ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. എനിക്ക് പിന്നെ വിഷ്ണു അഗസ്ത്യ ചെയ്ത ക്യാരക്ടർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും അവരവരുടെ റോള് ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാണി വിശ്വനാഥിൻ്റെയും വിഷ്ണു അഗസ്ത്യയുടെയും ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ജെബി ഓർണോയിലെ ക്യാരക്ടേഴ്സ് എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് വില്ലന്മാരെ ഇഷ്ടപ്പെട്ടു. ഹനുമാൻ കൈൻഡ് വെറൈറ്റി ഒരു വൈബ് ഉണ്ടായിരുന്നു അവരുടെ ക്യാരക്ടർ കണ്ടുകൊണ്ടിരിക്കാൻ. അവർ ആ ഒരു ഹനുമാൻ കൈൻഡ് ആയാലും ആ ഒരു ഫീൽ വരുന്നുണ്ട്. വില്ലനിസം കാണിക്കുന്നുണ്ടായിരുന്നു. എക്സാക്ട്ലി. അപ്പോൾ ഓവറോൾ ഈ മൂവിനെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് പോയി കാണാൻ പറ്റിയ ഒരു ഫിലിം തന്നെയാണ്. അതെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ. ബൈ.